എല്ലാവർക്കും വനിതാ ദിനാശംസകൾ. കൃഷി ചെയ്യുന്ന ഒരു വനിതയായതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്തത് എന്താ, ഒരു ചെടികൾ നട്ടു. ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് ചെറിയ തൈകളുണ്ട്. ആ തൈകൾ എനിക്കിപ്പോൾ ചെറിയ പോട്ടിലേക്ക് ആ പാത്രത്തിൽ നിന്ന് വേറെ ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ട് നടാന്ന് വിചാരിച്ച. കാരണം നമുക്ക് നേരിട്ടിട്ട് മണ്ണ് കൊണ്ടുപോയി നടാൻ കഴിയില്ല, നല്ല വെയില, മണ്ണ് പാറ പോലെ ഉറച്ചു നിൽക്കുന്നില്ല. അപ്പൊ നമുക്കിപ്പം കളിക്കാനൊന്നും കഴിയൂല, പോരാത്തതിന് നോമ്പും. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇവിടെ കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് നട്ട് നമുക്ക് നനച്ചൊക്കെ കൊടുത്ത് കുറച്ചാളായിട്ട് ഒന്ന് വെക്കും. മഴയും പെയ്യല്ലോ, മഴ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് പെയ്യല്ലോ. അപ്പൊ ഇതിനൊക്കെ ആളായി വരട്ടെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ, നിങ്ങളെ കാണിച്ചു തരിക. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എന്ന് തൊട്ട് ഇത് നടാൻ തുടങ്ങുന്നു അന്ന് തൊട്ടുള്ള എഫക്റ്റ് കിട്ടും. ഇപ്പൊ നടുന്നത് കുറച്ചിങ്ങനെ തളിരൊക്കെ അങ്ങ് വന്ന് ഉഷാറായി കഴിഞ്ഞ് പിന്നെ നമുക്ക് മഴ പെയ്യുമ്പോൾ മണ്ണ് കളക്കാൻ കഴിയും, അവിടെ കൊണ്ടുപോയി നടാം. പിന്നെ നന്നായി തളിരൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കാണിച്ചു തരാം തൈ ഏതാന്നുള്ളത്. ഇതാ 2 കുരുമുളക് തൈ. ഇത് എനിക്ക് തന്നത് എൻ്റെ അമ്മായിൻ്റെ മരുമകൻ തന്നതാ. ഞങ്ങൾ അവിടേക്ക് പോയപ്പോ അവര് ഞങ്ങൾക്ക് തന്നത്. അവരൊരു കൃഷിക്കാരാ, അമ്മായിന്റെ മരുമകൻ നല്ലൊരു കൃഷിക്കാരനാണ്. അപ്പൊ കൃഷിക്കാരെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ ഞാനിത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു, നനച്ചു കൊടുക്കും. പിന്നെ എനിക്ക് തോന്നി ഈ തളിരൊക്കെ വരുന്നുണ്ട്, കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിലേക്ക് നട്ടാല് ഒന്ന് ഉഷാറിൽ വന്നോളല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മഴക്കാലം പെയ്യും പിടിപ്പിക്കാൻ, മഴ തുടങ്ങുമ്പോ പിടിപ്പിക്കാന്ന് വിചാരിച്ച് നല്ല തൈ. അപ്പൊ ഞാൻ ഇതും ഇക്കൂട്ടത്തിൽ വേറെ നടുന്നുണ്ട്. വേറെ നടുന്ന എന്താ നോക്ക്. ഇതറിയുന്നവർ എത്ര പേരുണ്ട്? ഇതിന്റെ പേരാണ് തൊപ്പക്കിഴങ്ങ്, കണ്ടിക്കിഴങ്ങ് എന്ന് പറയലുണ്ടോ, ചില സ്ഥലത്താകും പറയുന്നത്. എന്റെ നാട്ടിലൊക്കെ ഞാൻ ഇതിന് വെറും കിഴങ്ങ് എന്നാ പറയാ, വെറും കിഴങ്ങ്. ഇതിന് ഇതാ തൊപ്പ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര കപ്പ മധുരക്കിഴങ്ങൊന്നും പോലെയല്ല. ഇതിന്റെ ടേസ്റ്റ് ഒരു പ്രത്യേകത. ഞാനൊക്കെ ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വളർന്നു വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോ പിന്നെ ഞാൻ ഇത് കണ്ടിട്ട് പോലുമില്ല. ഇപ്പാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഇത് എനിക്ക് നട്ടുപിടിപ്പിക്കാൻ തോന്നുന്നത്. നാട്ടിൽ നിന്ന് ഞാൻ ഇതെന്റെ ഒരു കസിൻ തന്നതാ എനിക്ക്. ഇത് തന്ന ആളും നല്ലൊരു കൃഷിക്കാരനാണ്, കുരുമുളക് വള്ളി തന്ന ആളും നല്ലൊരു കൃഷിക്കാരൻ. അപ്പൊ ഞാനിപ്പോ ചെറിയൊരു പോട്ടിൽ നട്ട് മുളപ്പിക്കട്ടെ. ഇതിന്റെയും പ്രശ്നം അത് തന്നെ, മണ്ണിലേക്ക് നമുക്ക് കളക്കാൻ പോകാൻ കഴിയൂല, വെയിലും പാറ പോലെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഒരു പോട്ടിലൊക്കെ നട്ട് അത് മുള വന്ന് കുറച്ച് വലുതായിട്ട് ഞാൻ മഴ പിടിച്ചപ്പോ കൊണ്ടുപോയി നടാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഇത് അറിയുന്നവരുണ്ടോ, അല്ലെ അറിയാത്തവരാണോ എല്ലാവരും? കുറെ പേർക്ക് ഇത് അറിയില്ല. ഇത് ഒറ്റ ഒന്നങ്ങ് നട്ടാൽ മതി. ഇതിന്റെ ചുറ്റും കിഴങ്ങ് വരും, തൊപ്പക്കിഴങ്ങ്. ഇതിന് തൊപ്പ ഉള്ളത് കൊണ്ടാ അതിന് ഈ പേര് വന്നത്. ഇത് നമ്മൾ പുഴുങ്ങൽ എങ്ങനെയാന്ന് അറിയോ? ഇങ്ങനെ വരക്കും ഇതിന്റെ മേലെ കത്തിയുണ്ട്, എന്നിട്ട് അങ്ങ് പുഴുങ്ങി ഉപ്പിട്ടിട്ട് പുഴുങ്ങി എന്ത് ടേസ്റ്റാന്നറിയോ. അപ്പൊ ഇതും ഞാന് കുരുമുളകിന്റെ വള്ളിയും ഞാനൊന്ന് പോട്ടിൽ നടുക. അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ വേറെ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഇത് കണ്ടിട്ട് നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്തു നോക്കി. എന്തെങ്കിലും തൈകൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മഴ പെയ്യട്ടെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കണ്ട. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് വേഗം വിളവും കിട്ടിക്കോളും, പിന്നെ നമുക്ക് പണി എളുപ്പമാവും. അപ്പൊ ഞാൻ നടുന്നത് ഇങ്ങനെയുള്ള ഒരു പോട്ടിലാ. പ്ലാസ്റ്റിക് കവറിലൊക്കെ നട്ടാൽ മതി. ഞാൻ പോട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലാണ് നടുന്നത്. ഏതായാലും 2 മാസത്തിലേക്ക് 2 മാസം കഴിഞ്ഞാൽ മഴ പിടിക്കുമ്പോൾ ഞാൻ അങ്ങ് മരത്തിന്റെ ചോട്ടിലെങ്ങാനും നട്ടു. ഇത് കുറ്റിക്കുരുമുളകല്ല, ഇത് വള്ളിയായിട്ട് മേലോട്ട് പോകുന്നതാ. അപ്പൊ ഞാൻ ഇതിൽ നടട്ടെ. ഇനി ഫസ്റ്റ് തന്നെ ഞാൻ ഇതില് കരിയിലിടട്ടെ. എന്റെ കരിയിലിന്റെ പകരം എന്താ സംഭവം എന്നറിയോ? എന്റെ ബോഗൺവില്ല ദിവസം എനിക്ക് ഓരോ മുളം അടിച്ചു വരാനുണ്ടാവും. അത് ഞാനിങ്ങനെ ഓരോ പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം. നടുന്നതിന്റെ കടിയിലിട്ട് കൊടുക്കാം. ഇതങ്ങ് ഇട്ട് കൊടുത്താലേ നമ്മള് വെള്ളം നനച്ചാല് നനവട പിടിച്ചോളും.
ഒക്കെ കുറഞ്ഞതിനെ വേഗം മാറ്റും. ഞാൻ മണ്ണും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മണ്ണിട്ട് ലെവൽ ചെയ്യട്ടെ. മണ്ണിട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്യും. മണ്ണൊക്കെ ഞാൻ തോട്ടത്തിൽ നിന്ന് വാരി കൊണ്ടുവയ്ക്കുന്നത്. എനിക്ക് ഇവിടെ ഒന്നും മണ്ണില്ല. ഒക്കെ കല്ല് പതിപ്പിച്ചത് കൊണ്ട്. ഇനിയാണ് നമ്മൾ നടാൻ പോകുന്നത്. ഇത് മെല്ലെ അങ്ങനെ അങ്ങ് പൊട്ടിക്ക. അങ്ങനെ ഇതിങ്ങോട്ട് എടുത്താൽ മതി. ഞാൻ ദിവസം നനയ്ക്കുന്നത് കൊണ്ട് ഇത് നനവാണ്. ഞാൻ ഇതിലിറക്കി വെക്കട്ടെ. ഇനി ആ ചെറുതിൽ നിന്ന് കുറച്ച് വലുതിലേക്ക് മാറ്റിയല്ലോ. അപ്പം വേരോട്ടം പിടിക്കും. വേരോട്ടൊക്കെ പിടിച്ചിട്ട് ശാഖകളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അതിന്റെ ചുറ്റും നമുക്ക് ഇതന്നെ കുറച്ച് ഇടാം. അവിടെ പിടിച്ച് നിൽക്കട്ടെ. എന്നിട്ട് പണിയെടുക്കുമ്പോൾ കുറേ താഴെ വീഴുന്നുണ്ടാവും. ഒക്കെ നടിച്ച് വരണതൊക്കെ എൻ്റെ മുറ്റ. കുറച്ചും കൂടെ ഇടട്ടെ. ഇനി അതിന്റെ മേലെ മണ്ണിടുക. എല്ലാ സെറ്റപ്പും ഉണ്ടാവണം. ഇതൊക്കെ അതിന്റെ എന്റെ പണിയായുധങ്ങളാണ്. നമ്മള് ഇങ്ങനെയുള്ള കരിയില ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാല് മണ്ണുറക്കൂല, വേരോട്ടം കിട്ടും. പിന്നെ ഇടുന്നതൊക്കെ നല്ല വളുവാണല്ലോ. ഒന്ന് നടക്കും. ഇതിപ്പോ 2 മാസം ആകുമ്പോഴത്തേക്ക് കുറെയൊക്കെ വേരോട്ടം പിടിച്ചു, ശാഖകളൊക്കെ കുറച്ച് വലുതായി ഒക്കെ കഴിഞ്ഞാല് പിന്നെ മഴ പിടിക്കുമ്പോ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് മെല്ലെ അങ്ങ് മുട്ടിയിട്ട് ഇതേപോലെ അങ്ങ് ഇറക്കി മുട്ടിയിട്ട് ഇത് ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ ഒന്ന് നട്ടു. ഇനി രണ്ടാമത്തേത് നട്ടട്ടെ. ഇതാ ആ 2 കുരുമുളക് വള്ളി നട്ടു. ഇനി നമ്മളെ കസ്റ്റഡിയിൽ നമ്മളെ മുമ്പിലായതുകൊണ്ട്, വീട്ടില് ആയതുകൊണ്ട് നമുക്ക് നനക്കാലോ. ഇവിടെ വെള്ളമുണ്ട്, അപ്പൊ നനക്കാലോ. അപ്പൊ നനച്ചു കഴിഞ്ഞാൽ ഉഷാറുണ്ടാവും. അപ്പൊ 2 ഞാൻ ഇങ്ങനെ നട്ടു. അപ്പൊ നിങ്ങളെ കയ്യിലൊക്കെ ഇങ്ങനെയുള്ള ചെടികൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സൂത്രം ചെയ്തു വെച്ചാൽ മതി. എന്നാൽ മഴ പിടിക്കുമ്പോഴത്തേക്കും ആളായി വരും, നമുക്ക് ഉഷാറിൽ കൊണ്ടുപോയില്ല. ഇനി അടുത്തത് കുരുമുളക് വള്ളി നട്ടത് കണ്ടില്ലേ. ഇനി തൊപ്പക്കിഴങ്ങ് ഞാൻ വെറും കിഴങ്ങുന്ന ഇതിന് പറയല് കേട്ടോ. അപ്പൊ ഇത് അന്യം നിന്ന് പോവുകയാണ്. ഇതിപ്പോ ആരും നടുന്നില്ല. അപ്പൊ ഞാനൊന്ന് വിചാരിച്ചു നട്ടു പിടിപ്പിക്കട്ടെ എന്ന്. ആദ്യം എത്ര നടുക ഇക്കൊല്ലോ. വിധി ഉണ്ടെങ്കിൽ ഇൻഷാല്ല ഇതിന്റെ വിത്തൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ നമുക്ക് കൂടുതൽ നടാം. അപ്പൊ ഇത് ഞാൻ എന്റെ കസിൻ എനിക്ക് തന്നതാണ്. അപ്പൊ കസിനെ നല്ലൊരു ഇത് വളർത്തുന്ന ആളാ. അപ്പൊ ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. 6 ഒക്കെ ഡിമാൻഡാ. കാരണം ഇല്ല, കസിന്റെ അടുത്തും ഇല്ല. നല്ലൊരു കൃഷിക്കാരനാ, പറഞ്ഞിട്ട് കാര്യമല്ല. ഇതില്ല, ഇപ്പൊ ഉള്ളത് ഞങ്ങൾ പങ്കുവെച്ചതാണ്. അപ്പൊ ഞാൻ ഈ പോട്ടിലാണ് നടുന്നത്. ഈ പോട്ടിൽ മതിയല്ലോ, 2 മാസത്തിനൊക്കെ ഉള്ളൂ. അപ്പൊ ഈ പോട്ടിൽ ഞാൻ നട്ട് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ വള്ളി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് മാറ്റി നടാം. അപ്പൊ ആദ്യം തന്നെ ഞാന് എന്റെ അടുത്ത് കുറേ പോട്ടുണ്ടാവും, ചെറുത്. ഞാൻ ഇങ്ങനെയുള്ള സൂത്രപ്പണികളൊക്കെ എടുക്കും. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി നടുള്ളൂ നിലത്തൊക്കെ. നഴ്സറിയിൽ നിന്ന് കിട്ടിയാലും ഞാൻ ഇങ്ങനത്തെ പണികൾ എടുത്തിട്ടേ നടും. എന്നാലും ഇത്തിരി സമാധാനമുള്ളൂ. എന്താ ഇടയ്ക്കിടയ്ക്ക് പ്ലാസ്റ്റിക് ഉണ്ടാവും, അത് നല്ലോണം ശ്രദ്ധിക്കണം. എന്റെ കരിയില്ല എന്ന് പറഞ്ഞാല് റോഡൊക്കെ അടിച്ചു വാരിയത്, തോട്ടമൊക്കെ അടിച്ചു വാരിയത്, എവിടെ കരിയില കൂടിയിരിക്കുന്നോ ഞാൻ പോയി കൊണ്ടുപോയി. എനിക്ക് അത്രക്കും ഡിമാൻഡാ. കാരണം ഞാനിങ്ങനെ നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ട് ഇപ്പൊ കുറേ കപ്പ നട്ടു, ചാക്ക് നിറയെ കരിയില്ലേ. അപ്പൊ എന്റെ കൃഷികൾ കണ്ട് എന്റെ യൂട്യൂബ് കുടുംബത്തിലെ കുറേ പേര് കൃഷി എടുക്കുന്നുണ്ട്. എന്നെ റോൾ മോഡൽ ആക്കുന്നവർ വരെ ഉണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരോടാ പറയുന്നത് കരിയിലൊക്കെ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം
പാമ്പ് പഴുതാര എന്തെങ്കിലുമൊക്കെ ജീവികൾ കഴിക്കാൻ കിട്ടിയാലേ കഴിഞ്ഞില്ലേ. അതുകൊണ്ട് കഴിയുന്നത് കൈക്ക് ഉറട്ടിട്ട് പണിയെടുത്തൂടുക. പക്ഷെ എനിക്കെന്തോ ഒരു ഇങ്ങനെ പച്ചയിലെടുക്കുന്നതാ ഇഷ്ടം. അപ്പൊ ഞാൻ അതും കൂടി ഞാൻ പറയുന്നതാ. എനിക്ക് പേടി അങ്ങനെ എന്തെങ്കിലും നമ്മളാലെന്തെങ്കിലും പറ്റിപ്പോയാലേ. അപ്പൊ ആദ്യം കരിയിലിട്ട്, കരിയിലാന്നുള്ളത് പൂക്കള് കരിഞ്ഞതാ. ഇനി അത് കുറച്ച് മണ്ണില്ല. ഇതിന് ഇങ്ങനെ ഒന്നും ഓമനിച്ച് കൊണ്ടുവരികയൊന്നും വേണ്ട, മുള വരുന്നവരെ ഉള്ളൂ. അപ്പൊ ഇത് തന്നപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കിടത്തിയിട്ടാണ് നടേണ്ടത്. ഇങ്ങനെ കിടത്തിയിട്ടാണ്, ഓവർ നനക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുളയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് മതി അടുത്ത പരിപാടികളൊക്കെ, കലാപരിപാടികൾ എനിക്കുണ്ടാവും. മുളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പുറകെ നടക്കല്. അപ്പൊ നമ്മളിത് ഇങ്ങനെ കിടത്തിയിട്ടാണ്. അതിന്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കട്ടെ. ഞാന് കാച്ചില് ഇങ്ങനെ ചാക്കില് നട്ടിട്ടുണ്ട്, നനച്ച് പോരും. അപ്പൊ ഇന്നലെ പോയി നോക്കുമ്പോ നീളങ്ങനെ വള്ളി വന്നിട്ടുണ്ട്. എനിക്ക് എന്തോ ഒരു കൗതുകം, കണ്ട ഭയങ്കര ഇഷ്ടമായി. ഇത് മണ്ണൊക്കെ ഞാൻ ഇവിടെ കോരി കൊണ്ടുവെക്കുന്നു. അധികം അടിയിലേക്കൊന്നും പോണ്ട, കുറച്ച് മേലെയായിട്ട്. അപ്പൊ ഒന്ന് നട്ട് തൊപ്പക്കേങ്ങ് ഒന്ന് നട്ടു. ഇനി ഞാൻ ബാക്കിയുള്ളതെല്ലാം നട്ടിട്ട് കാണിച്ചു തരാം. നിങ്ങളടുത്തൊക്കെ എന്തെങ്കിലും കമന്റ് ചെയ്യണേ. അങ്ങനത്തെ ഇങ്ങനത്തെ എന്തെങ്കിലും കൃഷി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഒക്കെ പറയണേ. അതൊക്കെ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൃഷി ഞാൻ പിന്നെ കൃഷി എടുക്കൂ. ഇന്നലെ മെനയാന്നൊക്കെ എനിക്ക് വിതരണം തന്നെയായിരുന്നു എൻ്റെ പച്ചക്കറികൾ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ബാക്കിയുള്ളത് നട്ടിട്ട് കാണിച്ചു തരാം. ഇതാ ബാക്കിയുള്ളത് നട്ട്. 1 2 3 4 5 6 എവിടെ പോയി 6. 2 കുരുമുളക് വള്ളി, 1 മെലസ്റ്റോമ ഇന്ന് നട്ടതായി. ഇത് ഹായ് കൂട്ടുകാരെ, കണ്ടല്ലോ എൻ്റെ കൃഷികൾ ഞാൻ നട്ടതൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.